ഹലോ മക്കളെ, സുഖല്ലേ എല്ലാവർക്കും? അപ്പോൾ SLC ഇംഗ്ലീഷ് എക്സാമിനുള്ള പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും. അപ്പോൾ അതിലേക്കൊരു സഹായം എന്നുള്ള രീതിയിൽ ഷോർട്ട് വീഡിയോസ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു മദർ ടു സൺ ബൈ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. അല്ലേ, 5ാമത്തെ യൂണിറ്റിലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പോയമായിരുന്നു ഏത്? മദർ ടു സൺ. എഴുതിയ ആളുടെ പേര് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എന്നാണ്. ഒരു മദറിനെ ഒരു സണ്ണിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചറോടെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ എന്താണ് മദർ ടു സൺ എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. Mother to Son is a beautiful poem written by Langston Hughes. Langston Hughes എന്ന് പറയുന്ന അമേരിക്കൻ പോയറ്റ് എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പോയമാണ് ഏത്? മദർ ടു സൺ എന്ന് പറയുന്നത്. A mother advises her son that he will have to face many difficulties in life and he must overcome them and keep going. അപ്പോ ഈ ഒരു പോയത്തില് ഒരു മദർ എന്ത് ചെയ്യാണ്? തന്റെ മകനെ ഉപദേശിക്കുകയാണ്. മദർ advises son he will have to face many difficulties in life. ലൈഫിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ എന്ത് ചെയ്യേണ്ടി വരും? ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഫേസ് ചെയ്യുന്ന കഷ്ടപ്പാടുകളെ he must overcome them and keep going. അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളെയും ഒബ്സ്റ്റക്കിൾസിനെയും ഓവർകം ചെയ്തുകൊണ്ട് അവൻ മുന്നോട്ട് തന്നെ പോകേണ്ടി വരും എന്ന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. Mother says to her son that her life has never been as smooth as comfortable as a crystal stair. അപ്പൊ ഈ ഒരു പോയത്തില് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ലൈഫിനെ കമ്പയർ ചെയ്യുന്നത് ഒരു സ്റ്റെയർ കേസിനോടാണ്. എന്നിട്ട് ഇവിടെ പറയുന്നു ലൈഫ് ഫോർ മീ ain't been no crystal stair. നമ്മുടെ ഈ ഒരു പോയത്തിലെ നരേറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പീക്കർ ആയിട്ടുള്ള മദർ പറയാണ് ലൈഫ് ഫോർ മീ ain't been no crystal stair. എൻ്റെ ലൈഫ് എനിക്ക് എന്തായിരുന്നില്ല? ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ കേസ് ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ക്രിസ്റ്റൽ സ്റ്റെയർ കേസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? സ്മൂത്ത്, അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ, കംഫർട്ടബിൾ ആൻഡ് ലക്ഷൂറിയസ് എന്നൊക്കെ പറയാം. അപ്പൊ ലൈഫ് മദർ തന്റെ മകന് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ ലൈഫ് എന്തായിരുന്നില്ല? സ്മൂത്ത് ആയിരുന്നില്ല, ബ്യൂട്ടിഫുൾ ആയിരുന്നില്ല, കംഫർട്ടബിൾ ആയിരുന്നില്ല, ലക്ഷൂറിയസ് ആയിരുന്നില്ല. മൈ ലൈഫ് വാസ് നോട്ട് ആസ് കംഫർട്ടബിൾ ആസ് ക്രിസ്റ്റൽ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇറ്റ് ഹാഡ് സ്പ്ലിന്റേഴ്സ്, ടോൺഡ് ബോർഡ്സ് ആൻഡ് ടാക്സ്. ആ ഒരു മദറിന്റെ ലൈഫാകുന്ന സ്റ്റെയർ കേസിൽ ഫുള്ള് ടാക്സ്, ആണിയും അതുപോലെ സ്പ്ലിന്റേഴ്സ്, കുപ്പിച്ചില്ലുകളും മരത്തിന്റെ ചീളുകളും മറ്റുമൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഫുൾ ഓഫ് ചലഞ്ചസ് ആൻഡ് ഡിഫിക്കൽട്ടീസ്, എല്ലാത്തരം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മകന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു പോയത്തിലെ സ്പീക്കർ ആയിട്ടുള്ള മദർ. ഇനി the bare staircase symbolizes a life without luxuries and comfort. ഒരു ബെയർ എന്ന് പറയുന്ന വേർഡ് പറയുന്നുണ്ട്. ബെയർ സ്റ്റെയർകേസ് ആണ്. എന്താണ് ബെയർ സ്റ്റെയർകേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലൈഫ് വിത്തൗട്ട് ലക്ഷറീസ് ആൻഡ് കംഫർട്ട്സ് ആണ്. യാതൊരു തരത്തിലുള്ള ലക്ഷറീസ്, ആഡംബരങ്ങളും ഇല്ലാത്തൊരു ലൈഫായിരുന്നു മദറിന് ഉണ്ടായിരുന്നത് എന്ന് കാണിക്കാനാണ് ഏത് വേർഡ് ഉപയോഗിക്കുന്നത്? ബെയർ. However, she still climbed on. ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണെങ്കിലും reaching landings, turning corners and sometimes going through the darkness. ചില സമയത്ത് ലൈഫൊക്കെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ എത്തിയതുപോലെയും മാജിക്കൽ ആയിട്ടും തോറ്റുപോയതായിട്ടും അതുപോലെ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത മൊമെന്റിലൂടെയൊക്കെ ഈ ലൈഫ് ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട് എന്നും മദർ പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി she advises her son not to turn back or sit down on the steps even if it is hard to climb. ഓൾറെഡി ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലൈഫിൽ കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവാൻ പാടില്ല, തോറ്റു കൊടുക്കരുത്. നെവർ ഗിവ് അപ്പ് ഇൻ ലൈഫ് എന്ന് പറയുന്ന ഒരു അഡ്വൈസ് മദർ ആർക്ക് കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും? മകന് കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ജസ്റ്റ് ഒന്ന് പോയിന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ദ പോം മദർ ടു സൺ ഈസ് റിട്ടൺ ബൈ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. അപ്രിസിയേഷൻ ചോദിച്ചാൽ ഉണ്ടാവണം ആ ഒരു പോയിന്റ്. ഹി ഈസ് ആൻ അമേരിക്കൻ പോയറ്റ്. അദ്ദേഹം അമേരിക്കൻ പോയറ്റ് ആണ്. ദ പോയം ഈസ് എ മദേഴ്സ് അഡ്വൈസ് ടു സൺ അബൌട്ട് ലൈഫ്. ഈ ഒരു പോയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മദർ തന്റെ മകനെ എന്ത് ചെയ്യാണ്? ജീവിതം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്നതാണ് ഈ ഒരു പോയം. She says that life is not a crystal stair. അവളുടെ ലൈഫ്, ഈ മദറിന്റെ ലൈഫ് എന്തായിരുന്നില്ല? നോട്ട് എ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് വെച്ചാൽ സ്മൂത്ത് ആയിരുന്നില്ല, കംഫർട്ടബിൾ ആയിരുന്നില്ല, ലക്ഷൂറിയസ് ആയിരുന്നില്ല, ബ്യൂട്ടിഫുൾ ആയിരുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ലൈഫ് ഈസ് നോട്ട് സ്മൂത്ത് ആൻഡ് ഈസി ആൻഡ് ഷീ നെവർ ഗേവ് അപ്പ് ഹെർ ഇൻ ലൈഫ്. ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഒരിക്കലും തോറ്റു കൊടുക്കാൻ ആര് തയ്യാറായിട്ടില്ല? ഈ ഒരു മദർ തയ്യാറായിട്ടില്ല എന്നും മകന് പറഞ്ഞു കൊടുക്കുന്നു.
ഷീ കണ്ടിന്യൂഡ് ക്ലൈംബിംഗ് വിത്തൗട്ട് ടേക്കിംഗ് റെസ്റ്റ്. യാതൊരു വിശ്രമവും ഇല്ലാതെ ജീവിതമാകുന്ന ആ ഒരു സ്റ്റെയർ കേസ് മദർ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? ക്ലൈംബ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നും പറയുന്നു. ക്രിസ്റ്റൽ സ്റ്റെയർ ഈസ് എ മെറ്റഫർ. ഈ ഒരു പോയത്തിൽ ക്രിസ്റ്റൽ സ്റ്റെയർ എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? മെറ്റഫർ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് ആയിട്ടാണ് ക്രിസ്റ്റൽ സ്റ്റെയർ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. ലൈഫ് ഫോർ മീ എയിൻ ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. ലൈഫ് എന്തല്ല എന്ന് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാണ്. ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ കേസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്പയർ ചെയ്യാണ്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. നെവർ ഗിവ് അപ്പ്, ട്രൈ ഹാർഡ് ടു അച്ചീവ് യുവർ ഗോൾസ്. ഒരിക്കലും തോറ്റു കൊടുക്കരുത്. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു ഉപദേശം ആര് കൊടുക്കുകയാണ്? ഈ ഒരു മദർ തൻ്റെ മകന് കൊടുക്കുന്നതാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. ഈ ഒരു പോയത്തിന്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ മദർ ആൻഡ് ഹെർ സൺ. മദർ ടെൽസ് ഹെർ സൺ ഹൗ ഹാർഡ് ഹെർ ലൈഫ് ഹാസ് ബീൻ. ഇതൊരു കോൺവെർസേഷൻ ആണ്. ആര് തമ്മിലുള്ള? മദറും അതുപോലെ തന്നെ സണ്ണും തമ്മിലൊരു കോൺവെർസേഷൻ ആണ്. എന്നിട്ട് ആ ഒരു കോൺവെർസേഷനിൽ മദർ പറഞ്ഞു കൊടുക്കണം. ശരിക്കും കോൺവെർസേഷൻ എന്ന് പറയാൻ പാടില്ല, ഇറ്റ്സ് എ മോണോലോഗ് അല്ലെ. മദർ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സൺ എന്താണ്? ഒരു കംപ്ലീറ്റ് സൈലന്റ് ലിസണർ ആയിട്ടാണ് ഈ ഒരു പോയത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സോ മദർ ടെൽസ് ഹെർ സൺ ഹൗ ഹാർഡ് ഹെർ ലൈഫ് ഹാസ് ബീൻ. തന്റെ ലൈഫ് തുടങ്ങിയത് നാൾ മുതൽ ഈ നിമിഷം വരെ എത്രമാത്രം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് എന്ന് ഒരു മദർ തന്റെ മകനെ എന്ത് ചെയ്യുന്നു? ഉപദേശിക്കുന്നതാണ് ഈ ഒരു പോയത്തിന്റെ തീം എന്ന് പറയുന്നത്. ഈ ഒരു പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫർ നമ്മൾ നേരത്തെ പറഞ്ഞു. ലൈഫ് ഫോർ മീ എയിൻ ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്നത് മെറ്റഫറിനുള്ള എക്സാമ്പിൾ ആണ്. അതുപോലെ അലിട്രേഷനുള്ള എക്സാമ്പിൾ കാണാം. ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ്. ഇവിടെ ഡോണ്ട് ഡ സൗണ്ടിൽ തുടങ്ങുന്നു, ഡൗൺ ഡ സൗണ്ടിൽ തുടങ്ങുന്നു. അതുപോലെ തന്നെ സെറ്റ് എന്നുള്ളതിൽ സ് സൗണ്ടും സ്റ്റെപ്പിലും സ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത്ര റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ. അതുപോലെ കാണാൻ പറ്റുന്ന മറ്റൊരു പോയറ്റിക് ഡിവൈസ് ആണ് വിഷ്വൽ ഇമേജറി. സ്റ്റെയർ, സ്പ്ലിന്റർ, ടാക്സ്, സ്റ്റെപ്സ് ഒക്കെ എന്താണ്? ഇത് നമുക്ക് തൽക്കാലം അവോയ്ഡ് ചെയ്യാം, വേണ്ട. അപ്പോൾ സ്റ്റെയർ, സ്പ്ലിന്റർ, ടാക്സ്, സ്റ്റെപ്പ് ഒക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? വിഷ്വൽ ഇമേജറിക്കുള്ള എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു പോയത്തിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഈ തന്നിരിക്കുന്ന സമ്മറിയും ഞാൻ ഈ തന്നിരിക്കുന്ന പോയിന്റ്സും ഞാൻ ഈ തന്നിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകളും നന്നോ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അപ്രിസിയേഷൻ മോഡൽ ഉണ്ടല്ലോ, നമ്മൾ ലൈവിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു അപ്രിസിയേഷൻ മോഡലിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല മനോഹരമായിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഒരു അപ്രിസിയേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അപ്രിസിയേഷൻ മതി എന്ത്? 5 മാർക്ക് വളരെ ഈസി ആയിട്ട് വാങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു പോയം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മദർ ടു സൺ എന്ന് പറയുന്ന പോയം വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പോയമാണ് മദർ ടു സൺ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വരുന്ന SSLC 2025 അപ്രിസിയേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയമായിട്ട് നമുക്ക് ഏതിനെ കാണാം? മദർ ടു സണ്ണിനെ കാണാം. അപ്പൊ ഈ പോയിന്റ്സും നല്ലൊരു അപ്രിസിയേഷനും ഒക്കെ കൃത്യമായിട്ട് മൈൻഡിൽ ആക്കി വെക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.